പകുതി വില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. ജോയിന്റ് വോളണ്ടറി ആക്ഷൻ ഫോർ ലീഗൽ ആൾട്ടർനേറ്റീവ് എന്ന സംഘടന നൽകിയ ഹർജിയാണ് തള്ളിയത്. CN രാമചന്ദ്രൻ നായരെ ഹൈക്കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. വിവരങ്ങൾ നൽകാൻ ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, ഏത് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CN രാമചന്ദ്രൻ നായരെ ഹൈക്കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്? ബിനിൽ, ഈ ഹർജി ഇത്തരത്തിലൊരു കേസ് വന്നതിനെ തുടർന്ന് ഒരു കൂട്ടം അഭിഭാഷകരായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. റിട്ടയർഡ് ജസ്റ്റിസിനെ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത നടപടി ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ തകർക്കുന്നതാണ്. അത്തരത്തിലുള്ള നടപടി ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഒരു ഹർജി എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കിയ നടപടി റദ്ദാക്കണം എന്നുമായിരുന്നു സുപ്രീം കോടതിയിലെത്തിയ ഹർജിയിലെ ആവശ്യം. എന്നാൽ സുപ്രീം കോടതിയും ഈ ആവശ്യം ഇപ്പോൾ നിരസിച്ചിരിക്കുന്നു. നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ റിട്ടയർഡ് ജസ്റ്റിസിനെ പ്രതി ചേർത്തത് ഒഴിവാക്കിയ ഹൈക്കോടതി നടപടിയിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസായിരുന്നു ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഈ കേസുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റി എന്ന ആരോപണം പരാതി ഉണ്ടായതിനെ തുടർന്നായിരുന്നു അത്തരം കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. താൻ പണം കൈപ്പറ്റിയിട്ടില്ല, തൻ്റെ സേവനം നൽകുകയായിരുന്നു. ഒരു അഡ്വൈസർ എന്ന നിലയ്ക്ക് ഈ സ്ഥാപനത്തിന് സേവനം നൽകുക മാത്രമാണ്, അഡ്വൈസ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വിശദീകരിച്ചിരുന്നു. പിന്നീടാണ് ഹൈക്കോടതി ഇദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഏതായാലും സുപ്രീം കോടതിയും അത് അംഗീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നമുക്കറിയാവുന്ന പോലെ തന്നെ മുൻപം ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായിരുന്നു. അദ്ദേഹത്തെ പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഹൈക്കോടതി. അതിനെതിരെ നൽകിയ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയും തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ സംബന്ധിച്ച് ആശ്വാസകരമാവുന്ന ഒരു നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദ്.